എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല ഉണക്ക ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ല ഇളം തീയിലിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. അന്ന് വറുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് അതും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് ഒരുപാട് കരിയാണ്ട് അതും കൂടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും പുളിയും കൂടി അതും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം അതും കൂടി ഇത് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ഒരു 2-3 പിടി തേങ്ങ ചിരവതും കൂടിയിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാടങ്ങ് വറുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുളകിൻ്റെ ഒക്കെ പച്ച ചുവന്ന് മാറിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെമ്മീൻ ഒന്ന് പൊടിച്ചെടുക്കാം. ചെമ്മീനും പുളിയും കൂടി ആദ്യം നമുക്ക് പൊടിച്ചതിന് ശേഷം ബാക്കി ചേരുവകൾ നമുക്ക് അരച്ചെടുക്കാം. അല്ലെങ്കിൽ അത് ചെമ്മീൻ പൊടിയാതെ കിടക്കും. അതുകൊണ്ട് ആദ്യം ചെമ്മീനും പുളിയും കൂടി പൊടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ചേർക്കാം. അത് പൊടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങയും ചെറിയുള്ളിയും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചിട്ട് വരാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ ചമ്മന്തി സൂപ്പറാണ്. ചൂട് ചോറിനാണ് എനിക്ക് പൊന്നിലിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. അവിടെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് വറുത്തോടനെ ഇതെടുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയേക്കണം. അപ്പോൾ അങ്ങനെ ഇതിൽ നോക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് കൈ വെച്ച് ഉരുട്ടിയെടുക്കാം. നമുക്ക് പണ്ടൊക്കെ അരകല്ലൊക്കെയാണ് ചമ്മന്തിയൊക്കെ പൊടിക്കാറ്. പക്ഷേ ഇപ്പം പിന്നെ ആരും അരകല്ലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് മിക്സിയിലിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം. അവിടെ നമ്മളെ സൂപ്പർ ടേസ്റ്റുള്ള ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.